ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കിച്ചണിലെ സ്പൈസ് റാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് നമ്മൾ വീട് സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ മുന്നോടിയായിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ തേമുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ പയ്യെ പയ്യെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ കേൾക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഓരോ ബോക്സുകളിൽ ഇങ്ങനെ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാക്കറ്റിലിരിക്കുന്ന സാധനങ്ങളായാലും അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ യൂസ് ചെയ്ത ആ ബോക്സൊക്കെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒരു റിനോവേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവിടെ വീഡിയോ കണ്ടോ? അവിടെ വീഡിയോ കണ്ടടാ, വീഡിയോ കണ്ടോ? വന്നിട്ട് അമ്മ വീഡിയോ എടുക്കട്ടെ? അമ്മ വീഡിയോ എടുക്കട്ടെ? അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കബോർഡിൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാ ഐറ്റംസൊക്കെ ഇതൊക്കെ, ഈ ഒരു ബോക്സൊക്കെ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ച ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഇങ്ങനത്തെ ബോക്സസും കാര്യങ്ങളും, പിന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളും ഇവിടെയുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ അതായത് ഇവിടെയുണ്ട് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മേടിച്ച ഐറ്റംസൊക്കെ ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സംഭവം കൂടിയും ഇതിൻ്റെ മൂടിയിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓൾറെഡി അമ്മ ഒന്ന് പറയട്ടെടാ കണ്ണ ചുണ്ടാപ്പി. ഇതേപോലെ ബോക്സിൽ ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്കിങ്ങനെ ചെയ്തിങ്ങനെ വയ്ക്കാം. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതായത് നമ്മുടെ ഹോബിൻ്റെ അടുത്തുള്ള ഒരു ഏരിയ. ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയതായിരുന്നു. ഇതൊന്ന് മോഡിഫൈ ചെയ്യണം. കുട്ടിയുടെ കരയിലുണ്ട്. നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് വീഡിയോയ്ക്ക്. ഞങ്ങളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല, അപ്പം ഞങ്ങളും കൂടെ വന്നു അല്ലേ? നമ്മുടെ കൂടെ വീഡിയോയിൽ വന്നിട്ടാണല്ലേ? ഹായ് പറഞ്ഞു കൊടുക്കണം നമ്മളെന്താ ചെയ്യണേന്ന്. നമ്മളെന്താ ചെയ്യണത് പറഞ്ഞു കൊടുത്തോ? അവിടെ പൊണ്ണ് പറഞ്ഞു കൊടുത്തടാ, പറഞ്ഞു കൊടുത്തോ നമ്മളെന്താ ചെയ്യണേന്ന്. നമ്മൾ ഇതേപോലെ ബോക്സൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ? നമ്മുടെ ഓയിലിൻ്റെ ബോക്സ് കാണിച്ചു കൊടുത്തോ കുഞ്ചോ? ഓയിലിൻ്റെ ബോക്സ് കാണിച്ചു കൊടുത്തോ ഞങ്ങൾ? അപ്പോൾ ഞാൻ പയ്യെ സ്പൈസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഈ ലേബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്റ്റിക്കർ കൈൻഡ്. അപ്പം നമുക്കതിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ അത് എഴുതാനായിട്ടുള്ള പെന്നും അതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ ഓരോന്നിങ്ങനെ ലേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കുമായിരുന്നു, ഇതിൽ കാണുന്നുണ്ടോ എന്ന് എന്താ എഴുതിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഇത് ക്ലാരിറ്റി കുറവായ കാരണം ഞാനൊന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്യാണ്. അത് കോക്കനട്ട് മിൽക്ക് പൗഡർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മസാലേൻ്റെ പൊടിയൊക്കെ എടുത്തിട്ട് തുമ്മൽ വന്നിട്ട് പാടില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മളുടെ കബോർഡിലേക്ക് എടുത്ത് വെക്കണ ആ ഒരു പരിപാടി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടിയും ആക്കാം. അപ്പോൾ എൻ്റെ കബോർഡിലത്തെ ഏകദേശം സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മസാല ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില്ലി പൗഡർ, ഡ്രൈ ചില്ലി, പീനട്ട്, ഗരം മസാല, കൊറിയാണ്ടർ അത്യാവശ്യം ക്വാണ്ടിറ്റി വൈസ് ഉള്ളത് വലിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കുടംപുളി അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് നമ്മളുടെ പൾസസ് ഐറ്റംസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. അതേപോലെ തന്നെ മുകളിലായിട്ട് നമ്മളുടെ പച്ചരി, ബസ്മതി റൈസ്, അതുപോലെ തന്നെ കോൺഫ്ലോർ, മൈദ, പിന്നെ നമ്മളുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടിയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതും ആയിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ കോഫി കോർണറാണ്. കോഫി കോർണർ എന്ന് ഉദ്ദേശിച്ചത് കോഫി പൗഡർ അതേപോലെ തന്നെ ടീ പൗഡർ ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ കോഫീൻ്റെ ആ ഒരു ബോക്സ് നിർത്തിയിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ വയ്ക്കാൻ പോവാണ്. പിന്നെ ഞാൻ ഇതേപോലത്തെ ജാറുകൾ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഷുഗർ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതും കൂടി ഒന്നാക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ ഓയിൽ ഞാനിതിൽ ഒഴിച്ച് വെച്ചു. അതേപോലെ ഷുഗറും സാൾട്ടും മാത്രമായിട്ട് അവിടെ വെച്ചു. ഇനി ഇതേപോലത്തെ ഒരു ഡബ്ബ കൂടി മേടിക്കണം എനിക്ക് ടീ പൗഡർ ഇട്ട് വയ്ക്കാനായിട്ട്. ഞാനതെപ്പോഴും എടുക്കുന്ന ഐറ്റം ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പയ്യെ പയ്യെ അടുത്ത ഓരോരോ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ പ്രോബബ്ലി എൻ്റെ ലോണ്ട്രി റൂം ആയിരിക്കും. അതിൻ്റെ 1-2 ഐറ്റംസ് ഞാൻ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.